അതിനുശേഷം ഇവിടെ ബ്ലോക്ക്, അതിനുശേഷമാണ് സിഗ്നലിൽ പോയത്. അതിനുശേഷം ബ്ലോക്കേ ഇല്ല. നേരെ മറിച്ച് ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാണ്ണക്കാലും ബ്ലോക്ക് കാരേറ്റാണ്. എല്ലാ വണ്ടിക്കാരും പറയുന്നുണ്ട്. അവർ നേരെ പോലീസിനടുത്ത് പറയും, പോലീസാണ് നമ്മൾ സിഗ്നൽ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് കംപ്ലീറ്റ് വെള്ളമാണ്. റോഡിൽ മാത്രം വെള്ളം കയറുമെന്നേ ഉള്ളൂ. റോഡിൽ ആവശ്യം പോലെ വെള്ളം വരുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൽ മാത്രം വെള്ളമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരാഴ്ചക്ക് മുകളിൽ സിഗ്നൽ ഇല്ല ഇവിടെ. ഇതുവരെയ്ക്കും ഇവിടെ ബ്ലോക്കേ ഇല്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രണ്ട് ജംഗ്ഷന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത്. ഒന്ന് ഈ കാരേട്ട് ജംഗ്ഷൻ, ഒന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷൻ. നമസ്കാരം, ഇത് കാരേട്ട് ജംഗ്ഷനാണ്. കാരേട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന ഒരു മെയിൻ സെൻ്ററാണ് കാരേട്ട്. MC റോഡാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകാം, വലത്തേക്ക് പോയി കല്ലറ പാങ്ങോട് ആ ഭാഗത്തേക്ക് പോകാം, നേരെ പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കര. ആ ഒരു ജംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇവിടുത്തെ ഒരു വിഷയം വളരെ രസകരമാണ്. കാരണം ഇപ്പോൾ ഇവിടെ സിഗ്നൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നാട്ടുകാർക്ക് പറയുന്നത് സിഗ്നൽ ലൈറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബ്ലോക്കാണ്. വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന കാൽനട യാത്രക്കാർ, അതായത് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് സെൻറ്ററിലേക്ക് പോകാനുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട യാത്രക്കാരൊക്കെ, കാൽനട യാത്രക്കാരൊക്കെ അപകടത്തിൽ സ്ഥിരമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ചേട്ടനുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ സിഗ്നൽ ഉണ്ടെങ്കിലും വിഷയമാണ്, ഇല്ലെങ്കിലും വിഷയമാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാരേട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാരേട്ട് ജംഗ്ഷനിലായിട്ട് വികസനം യഥാർത്ഥത്തിലില്ല. വർഷങ്ങളായിട്ട് കാരേട്ട് ജംഗ്ഷനിൽ എന്ന് വെച്ചാൽ ഈ ഒരു വലിപ്പം തന്നെയാണ് ഉള്ളത്. 1981 മുതലൊക്കെ നമ്മൾ ഇവിടെ സഹകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ ഈ ജംഗ്ഷന് ഈ ഒരു വലിപ്പം തന്നെയാണുള്ളത്. റോഡിൻ്റെ വീതി കൂടിയിട്ടുണ്ടെങ്കിലും ഈ ജംഗ്ഷനിൽ മാത്രം വീതി കൂടിയിട്ടില്ല. അപ്പോൾ ഈ വികസനം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് പോകണമെങ്കിൽ ആ സിഗ്നലിൽ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ സെൻറ്ററാണ്. പക്ഷേ ഇവിടെ ആറ്റിങ്ങലോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇടണമെങ്കിൽ അതിനുള്ള സ്ഥലമില്ല. അപ്പോൾ പിന്നെ അവിടെ കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ആവുകയാണ്. തിരുവനന്തപുരത്തോട്ട് പോകുന്ന എല്ലാ വണ്ടികളും ബ്ലോക്ക് ആവും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള ബസ് സ്റ്റോപ്പിൽ കിടക്കുന്ന വണ്ടികൾ നിർത്തുന്ന ജംഗ്ഷനിലാണ് നിർത്തുന്നത്. പിന്നെ അങ്ങോട്ടുള്ള വണ്ടികൾ ജംഗ്ഷനിൽ കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. സിഗ്നൽ ഉണ്ടെങ്കിലും ശരിയാണ്, ഇല്ലെങ്കിലും ഇവിടുത്തെ ജംഗ്ഷനിൽ വികസനമില്ലാതെ റോഡിന് വീതി കൂടാതെ ഒരിക്കലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി യഥാർത്ഥത്തിൽ ഒരു കാൽനടക്കാരൻ അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ കാൽനടക്കാർക്ക് കുഴപ്പമില്ല. പക്ഷേ ബ്ലോക്ക് ആവുകയും ചെയ്യും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 കിലോമീറ്ററുടെ ശേഷം പുളമാത്ത് ജംഗ്ഷന് അല്ലെങ്കിൽ വാനോരം അമ്പലമുക്ക് വരെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാക്കി. അമ്പലമുക്ക് വരെയൊക്കെയാണ് മിക്കവാറൊക്കെ ബ്ലോക്ക് ആവും. വൈകുന്നേരങ്ങളിൽ ഓരോ അത്രയും കിലോമീറ്ററോളം ബ്ലോക്കായി കിടക്കും ചിലപ്പം മിക്കവാറുള്ള ദിവസങ്ങളിൽ. അപ്പം നമ്മൾ തിങ്കളാഴ്ച ദിവസം രാവിലെ ഒരു വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ച ദിവസം. ആ ദിവസം ഇവിടെ ജംഗ്ഷനിൽ വണ്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പുളമാത്ത് ജംഗ്ഷൻ കഴിഞ്ഞൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടായി നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ കൈക്കൊള്ളാൻ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് കാര്യങ്ങൾ പോകും. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു സമയത്ത് ഒരു ഓഫീസിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ സമയത്ത് എത്തിപ്പെടാനായിട്ട് കാരേട്ട് ജംഗ്ഷനിൽ അതുപോലെ തന്നെ വെഞ്ഞാറോട് ജംഗ്ഷനിൽ അതുപോലെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ 2 ജംഗ്ഷനിലും വേണ്ട രീതിയിലുള്ള വികസനങ്ങൾ, എന്തെങ്കിലും റോഡിന് വീതി കൂട്ടുക അല്ലെങ്കിൽ ബൈപ്പാസ് ഉണ്ടാക്കുക, എന്തെങ്കിലുമുള്ള വികസനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള അവരുടെ അഭിപ്രായം. ചേട്ടാ, ഇവിടെ ബ്ലോക്ക് ഉണ്ടാവുണ്ടോ? സ്ഥിരം എന്തുകൊണ്ടാണ്? സിഗ്നലൊന്നും ഇല്ലല്ലോ. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. സിഗ്നൽ ഉണ്ടെങ്കിലും ബ്ലോക്കാണെന്ന് പറയുന്നത്. റോഡൊക്കെ ഫുള്ള് ഇതായി കിടക്കുമല്ലോ. വിഷയമാണ്. നീ വീതിയില്ല റോഡിനല്ലേ? വീതി കുറവാണ്. ഇത് കുട്ടിയെ മോനെ എന്നെ കടയിൽ പോകും കേട്ടോ. റോഡ് അത്രയും പൊളിഞ്ഞു കിടക്കുകയാണ്. വെള്ളത്തിൻ്റെ ഇപ്പം ഓരോ പൈപ്പ് കേബിളിന് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടൊക്കെ പൈപ്പ് കുഴിയെടുത്തിട്ട് കംപ്ലീറ്റ് റോഡ് അത്രയും കുളമായിട്ട് കിടക്കുകയാണ്. കംപ്ലീറ്റ് ആ ഭാഗത്തായാലും എല്ലാ റോഡിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് കംപ്ലീറ്റ് വെള്ളമാണ്. റോഡിൽ മാത്രം വെള്ളം കയറുമെന്നേ ഉള്ളൂ. റോഡിൽ ആവശ്യം പോലെ വെള്ളം വരുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൽ മാത്രം വെള്ളമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഏതായാലും ഭാഗ്യം നമ്മൾ വന്ന ദിവസം തന്നെ സിഗ്നലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, സിഗ്നലിന്റെ പണിയാണോ? എന്ത് പറ്റി സിഗ്നലിന്? ഇന്നലാണ് കേബിൾ കട്ടായിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി കേബിൾ പൈപ്പ് ലൈൻ ഇട്ടാണ് കേബിൾ കട്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ഷൻ പോയോ? അതെ, ശരിയാക്കിയാണോ? ശരിയാക്കണം. നാട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിഗ്നൽ വന്നാൽ ബ്ലോക്കാണെന്ന് പറയുന്നത്. ആണോ? സിഗ്നൽ ഇല്ലെങ്കിൽ നാട്ടിൽ നടക്കാനും പറ്റത്തില്ല. അവർ നേരെ പോലീസിനടുത്ത് പറയും, പോലീസാണ് നമ്മൾ സിഗ്നൽ വേണമെന്ന് പറയുന്നത്. ശരി കേട്ടോ, ഓക്കെ. എന്തായാലും പണി നടക്കുകയല്ലേ? ഓക്കെ ഓക്കെ. ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെ നമ്മളെ കൂടെ കൂടുകയാണ്. ഓട്ടോ ചേട്ടന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ എന്തൊക്കെയാണ് വിഷയങ്ങളുള്ളതെന്നും ഗതാഗതം അവരാണല്ലോ സ്ഥിരപ്പെടുത്ത് ഓടുന്നത്. ചേട്ടാ, ഈ ട്രാഫിക് സിഗ്നൽ എന്താണ് വിഷയം? ഞാൻ അറിഞ്ഞൊരു കാര്യം പറയാം. അതായത് ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വരെയും ഇവിടുന്ന് അമ്പലമുക്ക് വരെയൊക്കെ ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ കാൽനടക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. ഇതെങ്ങനെ പരിഹരിക്കുക? നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് സിഗ്നൽ ഇല്ല. ഇപ്പോൾ ഇവിടെ ബ്ലോക്കില്ല. സത്യം അതാണ്. ട്രാഫിക് സിഗ്നൽ അവിടെ സിഗ്നൽ ഇല്ല, ഇവിടെ ബ്ലോക്കില്ല. പിന്നെ
കാൽനട യാത്രക്കാർക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകുന്നുണ്ട്. വിഷയങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഓടത്തില്ല അത്രയും ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇല്ല. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആരും ഇങ്ങോട്ട് വരത്തില്ല. പോകത്തില്ല. സിഗ്നൽ ഇല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുകളിൽ സിഗ്നൽ ഇല്ല ഇവിടെ. ഇതുവരെയ്ക്കും ഇവിടെ ബ്ലോക്കേ ഇല്ല. വണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അവരെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സാധാരണ ഗതിയിൽ ഇവിടെ ഒരു ട്രാഫിക്കിൽ ഒരാൾ നിർത്താറുണ്ട്. അദ്ദേഹം ഉണ്ടെങ്കിൽ ട്രാഫിക്കിൽ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സഹായമുണ്ട്. പുള്ളി കൈയാടിക്കുക, വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർ നടന്നു പോകത്തുള്ളൂ. നമുക്കിവിടെ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഈ സിഗ്നലിന്റെ ആവശ്യമില്ല. സത്യം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ സിഗ്നലാണ്. ഈ ശാസ്ത്രീയമായിട്ടൊരു സ്ഥാപിക്കാവുന്ന ഒരു വിഷയമാണോ? ശാസ്ത്രീയമാണെങ്കിൽ പോലും 1 മിനിറ്റ് വണ്ടി ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ സിഗ്നൽ റെഡ് വീണ് കഴിഞ്ഞാൽ 1 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ്ട ഏകദേശം അത്രയും, അതായത് 1 മിനിറ്റിൽ ഏകദേശം ഒരു 15 വണ്ടി ഇത് കടന്നു പോകുന്നുണ്ട്. ആ 15 വണ്ടി അവിടെ ബ്ലോക്ക് ആവും റെഡ് വീഴുമ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി അത് തന്നെ. ടൈം ഷെഡ്യൂൾ മാറ്റി കഴിഞ്ഞാൽ ശരിയാവും? ടൈമിങ് എങ്ങനെ ഷെഡ്യൂൾ ആവും? ആവില്ല. നിങ്ങളിവിടെ ജംഗ്ഷൻ വികസിക്കുക, ജംഗ്ഷനിൽ ഒന്നും സ്ഥലമില്ലാത്തതാണ് എൻ്റെ പ്രശ്നം. സ്ഥലം കുറവാണ്. അതായത് ഇവിടെ സർവേ നടന്നിട്ട് ആ സർവേ അനുസരിച്ചല്ല ഈ റോഡിന്റെ വീതി എടുത്തത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് വിഷയം. പിന്നെ കാൽനട യാത്രക്കാർക്ക് അവര് ഇത് ആണെങ്കിലും ഇല്ലെങ്കിലും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. വണ്ടി ഇപ്പൊ ഒരു വണ്ടി ഓടിച്ചല്ലേ ആക്സിഡന്റേ ഇല്ല ഇവിടെ. ഇന്ന് കാരറ്റ് മുക്കില് ഇവിടെ ആവശ്യമുണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണെങ്കിൽ ഇവിടെ സിഗ്നലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാൾ മരിച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. സിഗ്നൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു വണ്ടി ചവിട്ടം അതിന്റെ ബാക്കിൽ കൊണ്ട് ഇടിച്ച് എത്രയോ വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ വീതി ഉണ്ടാക്കുക. അല്ല, ഞാനിത് പറഞ്ഞതാണ്, ഞാനിത് പറയണേ. അതാണ് അത് സർക്കാരിൻ്റെയോ ഇവിടുത്തെ മറ്റ് പലരുടെയും താല്പര്യം കൊണ്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും കുറച്ച് വെഞ്ഞാറവിടെ കുറച്ച് ഈ രണ്ട് സ്ഥലമാണ് പ്രശ്നം. ഞാൻ 81 ഇവിടെ ലോഡിങ്ങിൽ കയറി 2013 മതിയാക്കിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇത്ര പറയുന്നുള്ളൂ. അതാണ്, അല്ല വേറെ കാര്യമൊന്നുമല്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട 2 ജംഗ്ഷന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത്. ഒന്ന് ഈ കാരട്ട് ജംഗ്ഷൻ, ഒന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷൻ. ഈ 2 സ്ഥലത്തും ഇത് രണ്ടും വികസനത്തിന്റെ കുറവാണ്. ഈ 2 സ്ഥലങ്ങളുടെ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാര വ്യവസായികളും ഇവിടുത്തെ പിന്നെ ഈ വസ്തുവിന്റെ ആൾക്കാരുമായിട്ട് തടഞ്ഞു വെച്ചേക്കണതിന്റെ കാരണവും അത് വളരെ എന്താ പറയുക, ഈ പറയുന്ന വീതി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. വീതി കൂട്ടണമെങ്കിൽ ഒരുപാട് കടകളൊക്കെ പോകേണ്ടി വരും, അതിൻ്റെ ഒരു എതിർപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സാധാരണ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്പലം ബുക്ക് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ ദൂരമുണ്ട്, അതുവരെ 3 കിലോമീറ്റർ അതുവരെയൊക്കെ ബ്ലോക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. വെഞ്ഞാറമൂട് കേസ് മുന്നേ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്, അവിടെയും ഇതാണ് അവസ്ഥ. ഭീകര ബ്ലോക്കാണ്. സിഗ്നൽ ഇടുമ്പോഴത്തേക്ക് ഇത്രയും വണ്ടികൾ MC റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ നിന്ന് കോട്ടയം ഒക്കെ പോകുന്ന, കൊട്ടാരക്കര കോട്ടയം ഒക്കെ പോകുന്ന ആൾക്കാർ, ചങ്ങനാശ്ശേരി ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. അതുതന്നെയല്ല, ഈ പറയുന്ന മെയിൻ MC റോഡിൽ നിന്നും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഡീവിയേഷനുണ്ട്. ഈ പറയുന്ന ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പാലോട് കള്ളറ അങ്ങനെ പോവാം, ഇങ്ങോട്ട് ആറ്റിങ്ങൽ പോവാം, അങ്ങനെ ഒരുപാട് ഡീവിയേഷനുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഇപ്പൊ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ബ്ലോക്ക് ഇല്ല. സത്യമാണ്. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് ഇല്ല. സിഗ്നൽ ഉണ്ടെങ്കിലും ഇവിടെ ബ്ലോക്കാണ്. അതിനൊക്കെ അറിയാന്നുള്ള കേസാണല്ലോ. പക്ഷെ ഇതുവരെ സിഗ്നൽ ഇല്ലാതെ വന്നിട്ട് ഇതുവരെ ഒരു ആക്സിഡന്റും പറ്റിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പക്ഷെ സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അല്ല, അതല്ല, വെഞ്ഞാറമൂടിന്റെ കാലം ഇപ്പം ബ്ലോക്ക് കൂടുതൽ കാറിയിട്ടാണ്. അതിപ്പോൾ ഒരു കാര്യമുള്ളവരെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ സിഗ്നൽ ഇല്ലാതെ വന്നതിന് ശേഷം ഇവിടെ ബ്ലോക്ക് ഇല്ല. ഉള്ള കാര്യമാണ് പറയണം. ഒരു പൈപ്പ് കുറുക്കെ റോഡ് മുറിച്ചിട്ട് അത് ഒരു ദിവസം ബ്ലോക്ക് ആയുള്ളൂ. അത് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതിനുശേഷം ഇവിടെ ബ്ലോക്ക്, അതിനുശേഷമാണ് സിഗ്നൽ പോയത്. അതിനുശേഷം ബ്ലോക്കേ ഇല്ല. നേരെ മറിച്ച് ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ വെഞ്ഞാറിനെക്കാളും ബ്ലോക്ക് കാരേറ്റാണ്. എല്ലാ വണ്ടിക്കാരും പറയുന്നുണ്ട് കാരേറ്റ് വന്നാൽ പേടിയാണ്. പക്ഷേ സിഗ്നൽ ഇല്ലായിരുന്നപ്പോൾ ഒരു ബ്ലോക്ക് ഓട്ടോ കിട്ടത്തില്ല.
അല്ല ഓട്ടം നമുക്ക് ബ്ലോക്ക് ആയാൽ നമുക്ക് ഓട്ടം ഇല്ല. ബ്ലോക്ക് ആയാൽ ഓട്ടം ഇല്ല, ശരിയാണ്. അങ്ങോട്ടുള്ള ഓട്ടം ഒന്നും പോകാക്കൂല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ താഴോട്ടുള്ള ഓട്ടങ്ങൾ പോകുന്നുള്ളല്ലാതെ ഇപ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. ഒരു ബ്ലോക്കും ഇല്ല, അപകടവും ഇല്ല, ഒരു അപകടവും ഇതുവരെ വന്നിട്ടില്ല. അല്ല വേറൊരു കാര്യം ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മുടെ അധികൃതരായ പോലീസ് ഓഫീസറൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വെയിലത്തും ഇതൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഓട്ടോക്കാർക്ക് ഓട്ടം കുറവാണെങ്കിൽ പോലും എന്തായിരുന്നാലും ഇവിടെ തെറ്റില്ലാത്ത മാന്യമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇവിടെ സിഗ്നൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ വരണ വണ്ടികളൊക്കെ സിഗ്നൽ വീഴപ്പോൾ ഓടിച്ചവിട്ടും. ഇടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മിക്ക ദിവസങ്ങളിലും ബാക്കിൽ ഇടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ അതൊന്നും കാണാനില്ല. കാര്യം അവിടെ സിഗ്നൽ വീഴപ്പോൾ വരണ വണ്ടികൾ പെട്ടെന്ന് ചവിട്ടും. ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടിക്ക് ബ്രാക്ക് കാണുകയായിരിക്കും, അതിൻ്റെ ബാക്കിലിടിക്കും. ഇതെല്ലാം നമ്മൾ ഡെയിലി കാണും. പക്ഷേ ഈ സിഗ്നൽ ഇല്ലാത്തതിന് ശേഷം ഒരു ഇടിയും ഒരു പ്രശ്നമില്ല. ഏതായാലും ഈ പറയുന്ന വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഞങ്ങളിന്ന് കവർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്കാണ്, സിഗ്നൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന കാൽനട യാത്രക്കാർക്ക് മുറിച്ചടക്കാൻ പ്രയാസമാണ്. ഇവിടെ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഭരണ സംവിധാനവും ബാക്കി ഇതുമായി ബന്ധപ്പെട്ട റോഡുമായി ബന്ധപ്പെട്ട സിഗ്നലുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ശരി. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇനി വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. സ്ഥാപിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് സിഗ്നൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഇസ്മേൽ വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.